സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അവനെ യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകെട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവരെ കേൾപ്പിച്ചു. 2 ദിനവൃത്താന്തം 34-30 വാക്യം. മറഞ്ഞു കിടക്കുന്ന നിധികൾ പലവിധമാണ്. 2 ദിനവൃത്താന്തത്തിൽ മറ്റൊരു നിധി കണ്ടെത്തിനെപ്പറ്റി നാം വായിക്കുന്നു. തൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ യോശിയാവ് ദേവാലയം നവീകരിച്ചു. ഈ പ്രവൃത്തികൾക്കിടയിൽ മഹാപുരോഹിതനായ ഹിൽക്കിയാവ് ന്യായപ്രമാണ പുസ്തകം ദേവാലയത്തിൽ കണ്ടെത്തി. 2 ദിനവൃത്താന്തം 34-15 വാക്യം പഠിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളായ ന്യായപ്രമാണ പുസ്തകം ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചതാകാം. കാലക്രമേണ അത് വിസ്മൃതിയിലായി. ഈ കണ്ടെത്തലിനെപ്പറ്റി യോശിയ രാജാവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. യോശിയാവ് ഇസ്രായേലിനെ സകല രാജ്യത്തെയും ജനത്തെയും ഒരുമിച്ച് കൂട്ടി പുസ്തകം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അതിലെഴുതിയിരിക്കുന്ന പ്രമാണിപ്പാൻ അവരെ സമർപ്പിച്ചു. വാക്യം 30-31 പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായി അമൂല്യനിധിയായി ബൈബിളിലെ 66 പുസ്തകങ്ങളും ഉപയോഗിക്കുക എന്ന വലിയ അനുഗ്രഹം നമുക്ക് ഉണ്ട്. ബൈബിൾ ഒരു നിധി എന്ന പോലെ നിങ്ങൾ അറിയുവാനിടയായത് എങ്ങനെയാണ്? അതിൻ്റെ അമൂല്യതയെപ്പറ്റി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നേറിയത്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുവെഴുത്ത നദിയിൽ ആനന്ദിപ്പാൻ എന്നെ ഇന്ന് സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.